ആകാശവാണി. നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു 2025 മെയ് 7 ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഓപ്പറേഷൻ സിന്ദൂർ. 2025 ഏപ്രിൽ 22 ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരരുടെ ആക്രമണം നടന്നത്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിഷ്കളങ്കരായ 26 പേരുടെ ജീവനാണ് അന്നവിടെ പൊലിഞ്ഞത്. പാകിസ്ഥാൻ ആസ്ഥാനമായ ലഷ്കർ-ഇ-തോയ്ബയുമായി ബന്ധമുള്ള ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് അഥവാ TRF ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. രാജ്യം വിറങ്ങലിച്ച സംഭവത്തിൽ എന്തു തിരിച്ചടിയാകും ഇന്ത്യ നൽകുക എന്നതായിരുന്നു പിന്നീടുള്ള ചർച്ചകൾ. പഹൽഗാം ആക്രമണം നടന്ന കൃത്യം 14ാം ദിവസം ഭീകരവാദത്തിനെതിരെയുള്ള ശക്തമായ മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചു. പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 പ്രധാന ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. ഇന്ത്യയുടെ കൃത്യതയാർന്ന പ്രഹരത്തിൽ ജയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-തോയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ സംഘടനകളുടെ ഭീകരരും പരിശീലകരും ഉൾപ്പെടെ 100-ലധികം പേർ കൊല്ലപ്പെട്ടു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ കണ്ണീരിന് നീതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സൈനിക ദൌത്യത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷം പിന്നിടുന്നു. ഭീകരവാദം ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. നിരപരാധികളായ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ ഇത്തരം ആക്രമണങ്ങൾ രാജ്യത്തിന്റെ സമാധാനത്തെയും വികസനത്തെയും ബാധിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചത്. ഈ ദൌത്യത്തിൽ ഇന്ത്യൻ സായുധ സേന അത്യുന്നത ധൈര്യവും കൃത്യതയും പ്രകടിപ്പിച്ചു. ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണങ്ങൾ വഴി രാജ്യത്തിന്റെ പ്രതിരോധശേഷി ലോകത്തിനു മുന്നിൽ തെളിയിക്കപ്പെട്ടു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയും രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് ഈ നീക്കം വിജയകരമായി പൂർത്തിയാക്കിയത്. ഇന്ത്യയുടെ സൈനിക ശക്തി ലോകം മുഴുവൻ അറിഞ്ഞ നിമിഷം കൂടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഭീകരതയ്ക്കെതിരെയും പൗരന്മാരുടെ സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന എല്ലാ ശക്തികൾക്കുമെതിരെയുമുള്ള ഇന്ത്യയുടെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു വിശേഷിപ്പിച്ചു. ഈ ദൌത്യത്തിന്റെ അസാധാരണമായ വിജയം നമ്മുടെ സായുധ സേനയുടെ അതുല്യമായ ധൈര്യത്തെയും ദൃഢനിശ്ചയത്തെയും പ്രതിഫലിപ്പിക്കുന്നതായി അവർ പറഞ്ഞു. ഭാരതത്തിന്റെ സമാധാനം, ഐക്യം, പരമാധികാരം എന്നിവ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകര ശക്തികൾക്കും ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കുമെതിരെ ഇന്ത്യ ശക്തമായി പ്രതികരിച്ച നിർണായക നിമിഷമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ഭീകരതയോട് യാതൊരു സഹിഷ്ണുതയും കാണിക്കാതെ എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ചെറുക്കാനുള്ള ദൃഢനിശ്ചയത്തിൽ ഉറച്ചു നിൽക്കുമെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. ഇന്ത്യൻ സായുധ സേനയുടെ സമാനതകളില്ലാത്ത ധൈര്യവും ദൃഢനിശ്ചയവും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രകടമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ऑपरेशन सिंदूर ये सिर्फ नाम नहीं है, ये देश के कोटि-कोटि लोगों की भावनाओं का प्रतिबिंब है. ऑपरेशन सिंदूर न्याय की अखंड प्रतिज्ञा है. 6 मई की देर रात, 7 मई की सुबह पूरी दुनिया ने इस प्रतिज्ञा को परिणाम में बदलते देखा. നാവിക വ്യോമസേനകളുടെ അസാധാരണമായ ഏകോപനം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായകമായതായി ഇന്ത്യൻ സായുധ സേന അഭിപ്രായപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകര പ്രവർത്തനങ്ങൾക്കുള്ള ഉചിതമായ മറുപടിയാണ് ഇന്ത്യ നൽകിയതെന്ന് കരസേന ലഫ്റ്റനന്റ് ജനറൽ സുബിൻ മിൻവല്ല പറഞ്ഞു. സ്വന്തം കഴിവുകളെക്കുറിച്ച് ഉറച്ച ബോധ്യമുള്ള ഇന്ത്യൻ സേനയ്ക്ക് രാജ്യസുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നവരെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. In terms of Pakistan, we know what his capabilities are. We know exactly what he has. So whatever structure he creates, we know what he has to bring against us. In terms of our own capabilities, we are enhancing our own capabilities to go beyond what we have existing. We are looking at a wide spectrum of ranges, a wide spectrum of trajectories to operate in all domains, and therefore this capability is what we are developing as we speak. തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടം
പൂർണ്ണ ദൃഢനിശ്ചയത്തോടെയാണ് തുടരുന്നതെന്ന് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് പറഞ്ഞു. ആത്മനിർഭർ ഭാരത് എന്ന ദർശനം ഇനി വെറും മുദ്രാവാക്യമല്ലെന്ന് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചതായി അദ്ദേഹം പറഞ്ഞു. Operation Sindoor proved that Atmanirbhar is not just a slogan, it is indeed a force multiplier. Today, over 65% of our defense equipment is being manufactured domestically. I also want to speak here of our exit strategy and escalation control. In an era of prolonged conflicts around the world, we struck hard, achieved clearly defined objectives, and then decided to cease hostilities when the Pakistanis were compelled to negotiate and requested us to stop. The objectives were achieved through a calibrated shot and sharp shock that altered the enemy's risk appetite and disrupted his command and control. Without locking India into a long-drawn war or conflict, the ill effects of which we are seeing in ongoing conflicts around the world. This measured approach reflects the maturity of our strategic culture and the professionalism of our armed forces. The armed forces executed the kinetic phase with discipline, precision, and minimal collateral impact. This multi-agency, multi-domain coordination will remain the template for future operations. ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കമായ ഓപ്പറേഷൻ സിന്ദൂർ ഒരു സൈനിക വിജയം മാത്രമല്ല, മറിച്ച് പ്രതിരോധ മേഖലയിൽ ആത്മനിർഭർ ഭാരതിന്റെ സംയോജനം പ്രകടമാക്കുന്ന ഒരു സാങ്കേതിക വിജയം കൂടിയായിരുന്നു. ഇതിലൂടെ ഹൈടെക് തദ്ദേശീയ യുദ്ധരീതിയുടെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുകയും ചെയ്തു. അന്താരാഷ്ട്ര അതിർത്തി നേരിട്ട് കടക്കാതെ ആകാശ് മിസൈൽ, ഡ്രോൺ അധിഷ്ഠിത നിരീക്ഷണം തുടങ്ങിയ തദ്ദേശീയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യൻ സൈന്യം തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതാക്കി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പെച്ചോറ ലോ ലെവൽ എയർ ഡിഫൻസ് തോക്കുകൾ പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചു. മികച്ച പ്രകടനം കാഴ്ചവച്ച ആകാശ് പോലുള്ള തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ വ്യോമാക്രമണങ്ങളിൽ നിന്ന് ദുർബലമായ സ്ഥലങ്ങളെ സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. തിരിച്ചടിക്കാനുള്ള പാകിസ്ഥാന്റെ ഒന്നിലധികം ശ്രമങ്ങളെ കര, നാവിക, വ്യോമ സംവിധാനങ്ങൾ സംയുക്തമായി പരാജയപ്പെടുത്തി. ഇന്ത്യയുടെ സൈനിക ശക്തി പ്രത്യാക്രമണങ്ങൾക്കെതിരെ അഭേദ്യമായ മതിൽ സൃഷ്ടിച്ചു. ഇന്ത്യൻ വ്യോമസേനയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് കൊണ്ടുവന്നു. നാവികസേനയുടെ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പുകൾ, മുൻനിര യുദ്ധക്കപ്പലുകളായ INS ഉദയഗിരി, INS ഹിമഗിരി, അന്തർവാഹിനികൾ, പ്രത്യേക സേനകൾ എന്നിവ വിന്യസിച്ചു. പാകിസ്ഥാന്റെ ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുക, ശത്രുവിന്റെ കടൽ വഴിയുള്ള നീക്കങ്ങൾ തടയുക എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യം. പാകിസ്ഥാൻ സൈന്യത്തെ നിശ്ചലമാക്കാനും അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് ശക്തമായ താക്കീത് നൽകാനും നാവികസേനയുടെ മുന്നൊരുക്കത്തിന് സാധിച്ചു എന്നതും ശ്രദ്ധേയമാണ്. ഓപ്പറേഷൻ സിന്ദൂറിലെ സൈനിക ശക്തിയെക്കുറിച്ച് കേണൽ S. ഡിന്നി ആകാശവാണിയോട്: ഒരു കാരണവശാലും ഭാരതം ഭീകരവാദത്തിന് മുന്നിൽ ഒരു രീതിയിലുള്ള കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. മുൻകാലങ്ങളിൽ കാണാത്ത രീതിയിൽ പാകിസ്ഥാന്റെ ഉള്ളിൽ ഉള്ള ഭീകരവാദ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും വരെ നമ്മൾ തകർത്തിരുന്നു. അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ ഇപ്പോൾ നോക്കുമ്പം ആ 87 മണിക്കൂർ കൊണ്ട് ഭാരതം എങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്തത്, ആ ഓപ്പറേഷനിലൂടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മളെ ലക്ഷ്യം അത് കഴിഞ്ഞ് നമ്മൾ ഉടനെ തന്നെ നമ്മൾ ആ യുദ്ധം അവസാനിപ്പിക്കുകയായിരുന്നു. അത് കാണിക്കുന്നത് നമ്മളെ ലോകത്ത് നടക്കുന്ന മറ്റ് പ്രദേശത്ത് നടക്കുന്ന യുദ്ധങ്ങളെ ഒന്നും നമ്മൾ നോക്കുമ്പോൾ അതിന്റെ എത്രമാത്രം വിലയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. റഷ്യ യുക്രൈൻ വാർ ഇപ്പം ഏകദേശം 4 വർഷമായിട്ട് നടക്കുകയാണ്. ഇസ്രയേലിലും ഹമാസും തമ്മിലുള്ള ഒരു യുദ്ധം ഏകദേശം ഒരു 3 വർഷമായിട്ട് നടക്കുകയാണ്. വളരെ ശക്തിശാലിയായിട്ടുള്ള അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം ഏകദേശം 3 മാസത്തോളം ആയി നടക്കുന്നുണ്ട്. ആ ഒരു യുദ്ധത്തിന് കാരണം ധാരാളം രീതിയിൽ നമുക്കെല്ലാം വീട്ടിൽ എഫക്റ്റ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഭാരതം ഒരു ഓപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് അതിനെ ഉടനെ തന്നെ എന്ത് നേടണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയത് അത് നേടിക്കഴിഞ്ഞ് നമ്മൾ നിർത്തുകയായിരുന്നു. നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു കരുത്തുമാണ് അത് കാണിക്കുന്നത്. കാരണം പൊളിറ്റിക്കൽ വില്ലില്ലാതെ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. ഇതില്ലാത്തത് കൊണ്ടാണ് ഇന്ന് പല രാജ്യങ്ങളും ഇപ്പോഴും യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് അറിഞ്ഞുകൂടാതെ നടക്കുന്നത്. ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വേറൊരു കാര്യം, ഓപ്പറേഷൻ സിന്ദൂറിൽ ധാരാളം എക്യുപ്മെന്റ് അത് ഭാരതത്തിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള സിസ്റ്റംസ് ഒക്കെ തന്നെയായിരുന്നു നമ്മൾ കൂടുതലും ഉപയോഗിച്ചത്. അപ്പൊ ആ രീതിയിൽ ഭാരതത്തിന്റെ ഉള്ളിൽ
തന്നെ ഇന്ന് അങ്ങനെ ഒരു ശേഷിയുണ്ട് എന്ന് ലോകം പോലും തിരിച്ചറിഞ്ഞ ഒരു ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ പല കാര്യങ്ങളിലും നമ്മൾ ഇന്ന് ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ ഒരു ശക്തി പ്രകടനം എന്ന് പറയുന്ന രീതിയിലേക്ക് ലോകം കണ്ടത് അത് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു, ഇനി നമ്മൾക്ക് വളരെ സ്വസ്ഥമായിട്ടിരിക്കാം എന്നുള്ള ഒരു ധാരണ എന്തായാലും സേനാ വിഭാഗങ്ങളുള്ളവർക്ക് ഇല്ല. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത്. കാരണം പാകിസ്ഥാൻ പോലുള്ള രാജ്യം എപ്പോഴും ഏത് രീതിയിലും ഭാരതത്തിനെ തകർക്കാനുള്ളൊരു ശ്രമത്തിലാണ് അവർ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് നേരവും ഒരു കരുതൽ വേണം. ആ കരുതലിന്റെ ഭാഗമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ എക്യുപ്മെന്റും നമ്മുടെ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. അതിന് ശേഷിയുള്ള ഒരു സൈന്യമാണ് ഇന്ന് ഭാരതത്തിനുള്ളത്, അതിന് ശേഷിയുള്ള നേതൃത്വമാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് വില കൊടുത്താലും ഭാരതത്തിന്റെ ഐക്യത്തിന്, ഭാരതത്തിന്റെ ഉള്ളിലെ നമ്മുടെ ജനങ്ങളുടെ ജീവനും അവരുടെ സുരക്ഷയും അത് നിലനിർത്താൻ തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന. അത് നിലനിർത്താൻ തന്നെയാണ് ഇതുവരെ നമ്മുടെ സൈന്യം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെല്ലാവർക്കും അഭിമാനിക്കാം. ഓപ്പറേഷൻ സിന്ദൂർ അത് ലോകരാജ്യങ്ങളിൽ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ തന്നെയാണ്. ഇന്ത്യയുടെ ആക്രമണങ്ങൾ പാകിസ്ഥാനിലെ പ്രധാന വ്യോമതാവളങ്ങളായ നൂർഖാൻ, റഹീം യാർ ഖാൻ എന്നിവയെ ലക്ഷ്യം വെച്ചിരുന്നു. ശത്രു റഡാറുകളും മിസൈൽ സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ളവയ്ക്ക് നേരെ ഇന്ത്യയുടെ കൃത്യതയാർന്ന പ്രഹരമാണിത്. ദീർഘദൂര ഡ്രോണുകൾ മുതൽ ഗൈഡഡ് യുദ്ധോപകരണങ്ങൾ വരെയുള്ള ആധുനിക തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഈ ആക്രമണങ്ങളെ വളരെ ഫലപ്രദമായി നിർവീര്യമാക്കി. പാകിസ്ഥാന്റെ ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ഇന്ത്യൻ വ്യോമസേന വെറും 23 മിനിറ്റിനുള്ളിൽ ദൌത്യം പൂർത്തിയാക്കി ഇന്ത്യയുടെ സാങ്കേതിക മികവ് പ്രകടമാക്കി. പാകിസ്ഥാനിൽ നിന്നെത്തിയ PL-15 മിസൈലുകളുടെ ഭാഗങ്ങൾ, ദീർഘദൂര റോക്കറ്റുകൾ എന്നിവയെ ശക്തമായി പ്രതിരോധിച്ചു. വിദേശത്തു നിന്നുള്ള നൂതന ആയുധങ്ങൾ ഉപയോഗപ്പെടുത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചിട്ടും ഇന്ത്യയുടെ തദ്ദേശീയമായ വ്യോമ പ്രതിരോധ ഇലക്ട്രോണിക് യുദ്ധ ശൃംഖലകൾ അവയെല്ലാം നിർവീര്യമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിന് സൈനിക നടപടിയിലൂടെ മാത്രമല്ല ഇന്ത്യ മറുപടി നൽകിയത്. തന്ത്രപരമായ രീതിയിലും അതിനുള്ള തിരിച്ചടി രാജ്യം നൽകി. പൊതുജനങ്ങൾക്കിടയിലും അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കുന്നതിലും ഇന്ത്യയുടെ ശ്രമങ്ങൾ നിർണായക പങ്കുവഹിച്ചു. ഓപ്പറേഷൻ സിന്ധൂരിനു കീഴിലുള്ള ഒരു നിർണായക നീക്കമായിരുന്നു ഇന്ത്യ സിന്ധു നദീജല കരാർ അവസാനിപ്പിച്ചത്. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ ഉപേക്ഷിക്കുന്നതുവരെ 1960 സിന്ധു നദീജല കരാർ നിർത്തിവച്ചു. 16 ദശലക്ഷം ഹെക്ടർ കൃഷിഭൂമിയുടെ 80% മൊത്തം ജല ഉപയോഗത്തിന്റെ 93% സിന്ധു നദീജല സംവിധാനത്തെ ആശ്രയിക്കുന്ന പാകിസ്ഥാന് ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. പാകിസ്ഥാന്റെ GDPയുടെ 4/1 സംഭാവന ചെയ്യുന്ന ഗോതമ്പ്, പരുത്തി കൃഷിക്കും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യവസായങ്ങൾക്കും വലിയ തോതിൽ ഈ തീരുമാനം തിരിച്ചടിയായി. ഇത് പാകിസ്ഥാന്റെ ദുർബലമായ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് തള്ളിവിട്ടു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സിന്ധു നദീജല ഉടമ്പടി ജമ്മു കാശ്മീരിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വളരെ കാലമായി തടസ്സമായിരുന്നു. ഉടമ്പടി താൽക്കാലികമായി നിർത്തിവച്ചതോടെ ഝലം, ചെനാബ് തുടങ്ങിയ പടിഞ്ഞാറൻ നദികളുടെ മേൽ ഇന്ത്യക്ക് പൂർണ്ണ നിയന്ത്രണം ലഭിച്ചു. ഇത് ജമ്മുകാശ്മീർ, ലഡാക്ക്, പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ പുതിയ ജലസംഭരണികളുടെ നിർമ്മാണം സാധ്യമാക്കി. ജലസേചനവും ജലവൈദ്യുത ഉൽപാദനവും വർദ്ധിപ്പിക്കുകയും ചെയ്തു. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകാൻ കഴിയില്ല എന്നാണ് കരാർ നിർത്തിവച്ചപ്പോൾ ഇന്ത്യ നൽകിയ വിശദീകരണം. പിന്നീട് ഇന്ത്യ അട്ടാരി വാഗ അതിർത്തി അടച്ചു. പാകിസ്ഥാനുമായുള്ള എല്ലാ ഉഭയകക്ഷി വ്യാപാരവും ഇന്ത്യ നിർത്തിവച്ചു. ഉള്ളി പോലുള്ള പ്രധാന വസ്തുക്കളുടെ കയറ്റുമതി നിർത്തി. സിമന്റ്, തുണിത്തരങ്ങൾ എന്നിവയുടെ ഇറക്കുമതി നിരോധിച്ചു. ഈ നടപടി ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള പ്രാഥമിക കരവ്യാപാര പാത വിച്ഛേദിക്കുകയും സാമ്പത്തിക ബന്ധങ്ങളിൽ വലിയ തടസ്സമുണ്ടാക്കുകയും ചെയ്തു. പണപ്പെരുപ്പവും കടബാധ്യതയും നേരിട്ടിരുന്ന പാകിസ്ഥാനുമേൽ ഇത് കൂടുതൽ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തി. പാകിസ്ഥാൻ കലാകാരന്മാർക്ക് ഉൾപ്പെടെ ഇന്ത്യ സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തി. പാകിസ്ഥാന്റെ ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ത്യ തുറന്നുകാട്ടിയത് നയതന്ത്രപരമായി അതിനെ ആഗോളതലത്തിൽ വലിയ തോതിൽ ചർച്ചാ വിഷയമാക്കി. ഈ നടപടികൾ പാകിസ്ഥാന് ഗുരുതരമായ സാമ്പത്തിക നയതന്ത്ര നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു. ഭീകരവാദത്തിനെതിരെ രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ വ്യക്തമായ തെളിവാണ് ഓപ്പറേഷൻ സിന്ധൂർ. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഭീകരവാദത്തിനെതിരെ ഇന്ത്യ ഒരു പുതിയ മാതൃക പ്രദർശിപ്പിച്ചതിനൊപ്പം അത് ഇന്ത്യയുടെ പ്രതിരോധ ശക്തി വിളിച്ചോതുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ധൂറിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട് ലൈറ്റ് പരിപാടി സമാപിക്കുന്നു.
ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് പാർവതി വിജയൻ ആർ. അവതരണം വിജേഷ്.